കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 24-ാമത്തെ വാക്യം, അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ്. എന്താണത്? ആ നാളുകൾ കഴിഞ്ഞിട്ട് അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. എന്താണ് ആ വാക്കിന് ഇത്ര പ്രത്യേകത? ഒരു സ്ത്രീ ഗർഭം ധരിക്കുക, വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടാകാൻ ഗർഭം ധരിക്കുക, അത് സർവ്വസാധാരണമായി ലോകമുണ്ടായ കാലം മുതൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അതിന് ഇത്ര പ്രത്യേകത എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയിരിക്കാം. പക്ഷേ ഇവിടെ പ്രത്യേകതയുണ്ട്. ഒരു വൃദ്ധയായ സ്ത്രീ, ഒരു മച്ചിയായ സ്ത്രീ ഗർഭം ധരിച്ചിരിക്കുന്നു. അത് സാധാരണമല്ല. സാധാരണമായി നടക്കുന്നതിന് വിപരീതമായി, അതിലുപരിയായി സൂപ്പർ നാച്ചുറലായി ചെയ്യുന്നവനാണ് ജീവനുള്ള ക്രിസ്തു. ക്രിസ്തുവിൻ്റെ ജനനം തന്നെ ഒരു സൂപ്പർ നാച്ചുറൽ ആയിരുന്നില്ലേ? ഈ സൂപ്പർ നാച്ചുറൽ എന്നെല്ലാം കേൾക്കുമ്പോൾ, അത് ആത്മീയത്തിലുള്ള സൂപ്പർ നാച്ചുറൽ എന്ന് കേൾക്കുമ്പോൾ നെറ്റി വിളിക്കുന്ന അനേകരുണ്ട്. എന്തിനു നെറ്റി വിളിക്കണം? ഈ വേദപുസ്തകത്തിൽ നടന്നിരിക്കുന്ന സംഭവങ്ങൾ പലതും സൂപ്പർ നാച്ചുറൽ അല്ലേ പ്രിയരെ? നയീനിലെ വിധവയുടെ മകനെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചത് സ്വാഭാവികമാണോ? സൂപ്പർ നാച്ചുറൽ അല്ലേ? അങ്ങ് മരിച്ച് അടക്കപ്പെട്ട് കഴിഞ്ഞ ലാസർ 4 ദിവസമായി ചീഞ്ഞളിഞ്ഞ ശരീരം. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അതൊരു സൂപ്പർ നാച്ചുറൽ അല്ലേ? തീർച്ചയായും. ഇങ്ങനെ എത്ര കാര്യങ്ങൾ ഈ ലോകമുണ്ടായത് മുതൽ, സൗരയൂഥം ഉണ്ടായത് മുതൽ, സോളാർ സിസ്റ്റം ഉണ്ടായത് മുതൽ, മിൽക്കി വേസ് ഉണ്ടായത് മുതൽ, ഗാലക്സി ഉണ്ടായത് മുതൽ എല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം നാച്ചുറലല്ല, സൂപ്പർ നാച്ചുറലാണ്. ഇവിടെ ഒരു സൂപ്പർ നാച്ചുറൽ കാര്യം സംഭവിച്ചിരിക്കുന്നു. വയസ്സ് എന്ന് വൃദ്ധയായ മച്ചിയായ സ്ത്രീ ഇവിടെ ഗർഭിണിയായിരിക്കുന്നു. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. ഏതാണ് ആ നാളുകൾ? ദൈവം പറഞ്ഞ ഒരു കാലഘട്ടം. അതേ, ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ, ജീവനുള്ള ദൈവം നിങ്ങളോടൊരു കാലഘട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മകനെ ഇന്ന ആണ്ട് ഇന്ന തീയതിയിൽ നിന്റെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിക്കുമെന്ന് നിത്യനായ ദൈവം പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. എലിസബത്തിന്റെ ഭർത്താവായ സഖരിയ പുരോഹിതന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് പറഞ്ഞു, നിന്റെ ഭാര്യ ഗർഭം ധരിക്കും, ഒരു മകനെ പ്രസവിക്കും. ആ മകനെ കുറിച്ചുള്ളതായ വിശേഷതകളെല്ലാം പറഞ്ഞു കൊടുത്തു. പക്ഷേ സഖരിയാവ് അത് വിശ്വസിച്ചില്ല എന്ന് പറയാൻ കാരണം ആ സാഹചര്യം അങ്ങനെയായിരുന്നു. എൻ്റെ ഭാര്യ മച്ചിയും വയസ്സ് എന്നവളും, അവൾ വൃദ്ധയും, അവൾ മച്ചിയുമല്ലോ, ഒരു സാധ്യതയുമില്ലല്ലോ. എന്നാൽ അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തിൽ അങ്ങനെ അങ്ങ് വിശ്വസിപ്പാൻ ഭക്തി ഉണ്ടായിരുന്നെങ്കിലും സഖരിയാവിന് കഴിഞ്ഞില്ല. അതേ പ്രിയരെ, ഇന്ന് ഭക്തി ഉണ്ട് എന്ന് പറയുന്ന അനേകർക്കും വിശ്വാസമില്ല. ഭക്തിയും വിശ്വാസവും രണ്ടും രണ്ടാണ്. ഭക്തി അതുണ്ട്, ഇനി ഭക്തിയുടെ വേഷമുണ്ട്, വേഷഭക്തി. അല്പം പോലും വിശ്വാസമില്ല. അതുകൊണ്ടല്ലേ ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കും, പിന്നീട് വേറെ സ്ഥലത്ത് പ്രാർത്ഥിക്കും, ഒരു വശത്ത് ഒരു കണ്ടുകാഴ്ച കൊടുക്കും, മറ്റിടത്തും കൊണ്ടു കൊടുക്കും, പോകുന്നിടത്തൊക്കെ കൊടുക്കും. എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ. എവിടെ നിന്നാണ് ഈ നന്മ വരുന്നത്, എവിടെ നിന്നാണ് ഈ അനുഗ്രഹം വരുന്നത്, ഒരു ഉറപ്പില്ല. വിശ്വാസമില്ലാത്തതാണ് കാരണം. ജീവനുള്ള ദൈവം, ഏകനായ ദൈവം, സത്യേക ദൈവം, ആ ജീവനുള്ള ദൈവം ക്രിസ്തു. ആ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചാൽ, ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്നുള്ള ഉറപ്പും നിർണയമുണ്ടെങ്കിൽ ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ഓടി നടക്കുകയില്ല, ഉറച്ചു നിൽക്കും. വിശ്വാസമുള്ളവർ ഉറച്ചു നിൽക്കുക. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവം, അത് എൻ്റെ ദൈവമാണ്. ആ ദൈവം എൻ്റെ രക്ഷകനാണ്. ആ ദൈവം എന്നെ വിലയ്ക്ക് വാങ്ങിയവനാണ്. ആ ദൈവം എൻ്റെ അപ്പനാണ്. ആ ഒരു വിശ്വാസം വന്നാൽ പിന്നീട് പ്രാർത്ഥിക്കുമ്പോൾ പോലും ഒരു ചഞ്ചലിപ്പില്ല. തീർച്ചയായും കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കും. കർത്താവിൻ്റെ സമയത്ത് അത് നടത്തിത്തരും. അല്പം ഡിലേ ആണെങ്കിലോ, ഡിലേസ് ആർ നോട്ട് ഡിനയൽസ്. അത് ദൈവം അവഗണിക്കുന്നതല്ല,
തക്ക സമയത്ത് എൻ്റെ കർത്താവ് പ്രൊവൈഡ് ചെയ്യും. വേണ്ടേ? ദൈവം തരുന്നില്ലേ? കുഴപ്പമില്ല. അപ്പോസ്തലനായ പൗലോസിനോട് പറഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ 3 വട്ടം പ്രാർത്ഥിച്ചു ഒരു കാര്യത്തിന്. തൻ്റെ ശരീരത്തിൽ ശൂലം കൊണ്ട് കുത്തുന്നതുപോലെ വേദന. അപ്പോസ്തലനെ നിഴലടിച്ചാൽ രോഗികൾ എഴുന്നേൽക്കും. തൻ്റെ ശരീരത്തിൽ ഉത്തരീയം കൊണ്ടിട്ടാൽ ആളുകൾ എഴുന്നേൽക്കും. അങ്ങനെയുള്ള അപ്പോസ്തലന് രോഗം മാറാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. പക്ഷെ കർത്താവ് പറഞ്ഞു, രോഗം മാറ്റുന്നില്ല, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ thee. എൻ്റെ കൃപ മോനെ നിനക്ക് മതി. ആ കൃപയാണ് എല്ലാത്തിലും വലുത്. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യം നടക്കേണ്ടതാണെങ്കിൽ അത് കൃത്യസമയത്ത് നടത്തിത്തരും. നമ്മുടെ സമയമല്ല. നമ്മുടെ സമയം നമുക്ക് തോന്നുന്നു ഇന്ന സമയമാണ് ഏറ്റവും നല്ലതെന്ന്. അല്ലല്ല, ദൈവത്തിനൊരു സമയമുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കർത്താവിന് സ്തോത്രം. ഇവിടെ എന്ത് സംഭവിച്ചു? ആ നാളുകൾ കഴിഞ്ഞിട്ട് അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. നിത്യനായ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ചെയ്യും. ഗബ്രിയേൽ ദൂതനെ അയച്ചിട്ട് പറഞ്ഞു, നിന്റെ ഭാര്യയായ എലിസബത്ത് ഗർഭം ധരിക്കും, ഒരു മകനെ പ്രസവിക്കും. ആ ഭാര്യ ഗർഭം ധരിച്ചു. ദൈവത്തിന്റെ വാഗ്ദത്തം അങ്ങനെ തന്നെ നിറവേറി. ഞാൻ സ്നേഹത്തോടെ എളിമയോട് നിങ്ങളോട് പറയട്ടെ, ജീവനുള്ള കർത്താവ് നിങ്ങളോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ അതങ്ങനെ തന്നെ നിറവേറും. സാഹചര്യം മുഴുവനെതിരായാലും, ലോകം മുഴുവനെതിരായാലും, മോനെ നിന്നെ ഇന്ന പദവിയിൽ കർത്താവ് എത്തിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവനെതിരായാൽ ദൈവം നിന്നെ അവിടെ എത്തിച്ചിരിക്കും. നിന്റെ ശുശ്രൂഷ കർത്താവ് വലുതാക്കാമെന്നോ, നിന്നിലൂടെ അനേക ആത്മാക്കളെ നേടുമെന്നോ, നീ ദേശങ്ങൾ കൈയടക്കുമെന്നോ, അനേക സ്ഥലങ്ങളിൽ കർത്താവിന് വേലയ്ക്ക് വേണ്ടി ഓടി നടക്കുമെന്നോ എല്ലാം എൻ്റെ മോനെ നിന്നോടൊരു വാക്ക് എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയമകളെ നിന്നോടൊരു വാഗ്ദത്തം കർത്താവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ, ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറാതെ അതങ്ങനെ തന്നെ നിർവഹിക്കും. വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. സത്യവാനായ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ മാറുകയില്ല. അവൻ വാക്ക് മാറാൻ മനുഷ്യനല്ല. മനുഷ്യന് മാറും, ഇല്ലേ? ഇന്ന് നമ്മളോട് സ്നേഹം ഭാവിച്ച ഒരു നാളെ ദ്വേഷിച്ചെന്നിരിക്കാം. ഇന്ന് വളരെ സ്നേഹമായി നമ്മെ തോളത്ത് കൈയൊക്കെ ഇട്ട് വളരെ സ്നേഹത്തോടെ ഒറ്റക്കെട്ട് ഒരു മനസ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവര് ഏതാനും ചെറിയൊരു കാര്യം മതി, പിന്നെ കണ്ടതുപോലെ പോലും നടിക്കുകയില്ല. പരിചയമില്ലാത്ത പോലെ നമ്മെ നോക്കിയെന്നിരിക്കും. വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട്, പക്ഷെ നോക്കുമ്പോൾ പരിചയമില്ലല്ലോ എന്ന മട്ടിൽ നോക്കുന്ന ആളുകളുണ്ട്. ഇതെല്ലാം വരാം, പക്ഷെ ചഞ്ചലിക്കരുത്, പാടരുത്. സ്തോത്രം. മനുഷ്യന് മാറാം, പക്ഷെ മാറാത്ത ഒരുവനുണ്ട്. അവിടെയായിരിക്കാം നിങ്ങളുടെ പിടുത്തം. മാറാത്തത് ക്രിസ്തു മാത്രം. ക്രിസ്തുവിൽ നാം മുറുകെ പിടിക്കുക, ക്രിസ്തുവിൻ്റെ വചനത്തിൽ മുറുകെ പിടിക്കുക, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മുറുകെ പിടിക്കുക, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയിൽ മുറുകെ പിടിക്കുക, യേശുവിൻ്റെ സ്വർഗീയ അധികാരത്തിൽ മുറുകെ പിടിക്കുക. യേശുക്രിസ്തു കാൽവറിയിൽ നേടിത്തന്ന ആ വിജയത്തിൽ, പിശാചിന്റെ മേലും പാപത്തിൻ്റെ മേലും രോഗത്തിൻ്റെ മേലും ശാപത്തിന്മേലുള്ള ജയത്തിൽ നാം മുറുകെ പിടിക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. പ്രിയരെ, കർത്താവിന് സ്തോത്രം. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ സക്കറിയാവിൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ ഒരു സാധ്യതയുമില്ല. മെഡിക്കൽ സയൻസ് നോക്കിയാൽ സാധ്യതയില്ല. ഞാൻ ഇപ്പോൾ ഈ തിരുവചനം കേൾക്കുന്ന നിങ്ങളോട് പറയാം, മെഡിക്കൽ സയൻസ് നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ രോഗം മാറിയില്ലെന്ന്. എന്നാൽ യേശുക്രിസ്തു നിങ്ങളോട് പറയുന്നു, മോളെ, യേശുക്രിസ്തുവിൻ്റെ അടിപ്പണരാൽ നിങ്ങൾക്ക് രോഗസൗഖ്യമുണ്ട്. ഈ ഭൂമിയിലെ ഏതെങ്കിലും മെഡിസിൻ കൊണ്ടല്ല സൗഖ്യം കിട്ടുന്നത്, യേശുവിൻ്റെ അടിപ്പണരാലാണ്. മരുന്ന് ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല, തെറ്റില്ല. പക്ഷേ നമ്മുടെ ആശ്രയം ക്രിസ്തുവിലായിരിക്കണം. മരുന്ന് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സൗഖ്യം കിട്ടുന്നില്ലേ? നിങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കണം. അവൻ വചനമയച്ച് അവരെ സൗഖ്യമാക്കി എന്നൊരു വാക്യമുണ്ട്. വീണ്ടും, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാവുന്ന ദൈവത്തിന് വചനമുണ്ട്. അവിടുന്ന് വചനമയച്ച് അവരെ സൗഖ്യമാക്കി എന്നൊരു വചനത്തിലുണ്ട്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ യേശു വഹിച്ചു, നമ്മുടെ വേദനകളെ യേശു ചുമന്നു എന്നും വചനത്തിലുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു അടിയേറ്റപ്പോൾ, ഓരോ അടികളും ഏറ്റപ്പോഴും മാനവരാശിയുടെ മുഴുവൻ രോഗത്തിന് പരിഹാരം കർത്താവ് വരുത്തുകയായിരുന്നു. ഇതാണ് വിശ്വാസം. പൊട്ടത്തപ്പായിട്ടല്ല, പൊട്ടക്കണ്ണം മാവേറിയെന്നുപോലെ അല്ല. ഇത് സത്യമാണ്. ഈ വചനം സത്യമാണ്. എൻ്റെ കർത്താവ് അടിപ്പണരേറ്റു, അതുകൊണ്ട് എനിക്ക് സൗഖ്യമുണ്ട്, ഞാനത് വിശ്വസിക്കുന്നുവെന്ന്. നാളുകളായി പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന വിഷയം കിട്ടാതെ നിരാശപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് വരൂ, കർത്താവിലേക്ക് വരൂ. നിങ്ങൾ ദൈവസനയിൽ പ്രാർത്ഥിക്കൂ. സക്കറിയാവും എലിസബത്തും ചെയ്തതുപോലെ ദൈവസനയിൽ നീതിയുള്ളവരും നിഷ്കളങ്കരുമായി ദൈവത്തിൻ്റെ വേലയിൽ ഉത്സാഹമുള്ളവരായി അവർ മുന്നോട്ട് പോയി.
അവർ പ്രാർത്ഥനയുള്ളവരായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥനയുള്ളവരാകുക. നിങ്ങൾ കർത്താവിൻ്റെ വചനം കേൾക്കുന്നവരാകുക. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പങ്കാളികളാകുക. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതെ നാൾ സമീപിക്കുന്നു കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നുവെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. പ്രാർത്ഥനായോഗങ്ങൾ മുടക്കരുത്. എത്ര തിരക്കാണെങ്കിലും. എന്ത് തിരക്കാ പ്രിയരെ, എന്തിൻ്റെ പേരിലായി തിരക്ക്? ഭൂമിയിൽ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കാനും. കർത്താവിൻ്റെ സ്തോത്രം. ആ തിരക്കിൻ്റെ ഇടയിൽ നാം പെട്ടുപോകരുത്. നമ്മുടെ മക്കൾക്ക് വേണ്ടി കുറെ കൂടി സമ്പാദിക്കാനോ? മോനെ, നീ സ്വരൂപിച്ച സമ്പാദ്യം കൊണ്ട് നിന്റെ മക്കൾ രക്ഷപ്പെടുന്ന നിനക്ക് എന്താ ഉറപ്പ്? നീ ദൈവത്തിന് വേണ്ടി സമ്പാദിക്കുക. നാളുകൾ സമ്പാദിച്ചില്ലേ? ഇനി ഇറങ്ങുക. കർത്താവിന് വേണ്ടി ഓടുക. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക. കർത്താവിന് വേണ്ടി അനേക ആത്മാക്കളെ നേടുക. സമയം കിട്ടിയാൽ ഒരു സാക്ഷ്യം പറയാം. സമയം കിട്ടിയാൽ ദൈവവേല ചെയ്യാം. അതല്ല, സമയം ഉണ്ടാക്കി നാം സുപ്രീം പ്രയോറിറ്റി യേശുക്രിസ്തുവിൻ്റെ വേലയ്ക്ക് കൊടുക്കണം. മുന്നമേ യേശുവിൻ്റെ രാജ്യം, മുന്നമേ യേശുവിൻ്റെ നീതി, അതോടുകൂടി ഇതൊക്കെ ദൈവം നമ്മൾക്ക് തരും. അതേ നമുക്ക് നന്മകൾ തരുന്നൊരു ദൈവമുണ്ട്. അത് ആത്മീയമായ നന്മകൾ. ആത്മീയമായി നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളുണ്ടോ? നിങ്ങൾ നാളുകളായി ദാഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം. അല്ല, നിങ്ങൾക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കർത്താവിനെ കണ്ടെത്തണം. കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടണം. ഇങ്ങനെ അനേകം ആഗ്രഹങ്ങൾ, ആത്മീയമായ ആഗ്രഹങ്ങൾ, ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രാപിക്കണം, വിശുദ്ധീകരണം പ്രാപിക്കണം. ഇങ്ങനെ നല്ല ആഗ്രഹങ്ങൾ, അത് പ്രാർത്ഥിക്കൂ. കർത്താവ് പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഇനി ഭൗതികമായ കാര്യങ്ങളും പ്രാർത്ഥിക്കാം. ഒരു തെറ്റുമില്ല പ്രിയരെ. നമ്മുടെ ലക്ഷ്യം ശരിയായാൽ മതി. നമുക്ക് പൈസ വന്നു. ഒരു ദൈവദാസൻ സത്യസന്ധമായും വിശ്വസ്തമായും ദൈവസന്നിധിയിൽ ദൈവം കാണുന്നെന്ന ബോധ്യത്തോടെ പൈസ സമ്പാദിക്കുന്നവർക്ക്, അങ്ങനെയുള്ള ദൈവദാസന് പൈസ വന്നാൽ നല്ലതല്ലേ? കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ധാരാളം ഉപയോഗിക്കാം. അനേകരെ സഹായിക്കാം. നിങ്ങൾ ദൈവസന്നിധിയിൽ ആത്മീയമായും ഭൗതികമായും കർത്താവ് ചെയ്തു തരുവാനുള്ള ഉപകാരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ലഭിച്ച നന്മകൾ, കുറച്ച് നന്മയെ ലഭിച്ചുള്ളൂ, അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നവരാകണം. അങ്ങനെ നാം സ്തുതിക്കുമ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഇവിടെ ഇത് സക്കരിയാവിൻ്റെയും എലിസബത്തിൻ്റെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അവിടെ എലിസബത്ത് ഗർഭം ധരിച്ചു. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. ദൈവം പറഞ്ഞൊരു സ്പെസിഫിക് പീരീഡ് കഴിഞ്ഞപ്പോൾ കാര്യങ്ങളെല്ലാം നേരെയായി വരാൻ തുടങ്ങി. മകനെ, ഇന്ന് നിന്റെ കാര്യങ്ങളെല്ലാം നേരെയല്ല, വിപരീത ദിശയിലാണ് ഓടുന്നത്. എന്നൊരു സാധ്യതയുമില്ല. എന്നാൽ സ്വർഗത്തിൽ ദൈവം മകനെ നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയമാകുമ്പോൾ എല്ലാ കാര്യങ്ങളും തിരിഞ്ഞു വരും, നിനക്ക് അനുകൂലമായി വരും. ഇന്ന് നിന്നെ തുറച്ചു നോക്കുന്ന പോലെ പ്രശ്നങ്ങൾ നിനക്ക് വിപരീതമായി, നിനക്കെതിരായി തുറച്ചു നോക്കുന്നുണ്ട്. എന്നാൽ ജീവള ദൈവത്തിൻ്റെ സമയത്ത് അത് മകനെ നിനക്ക് അനുകൂലമാകും. ചില ഓഫീസേഴ്സ് അനുകൂലമാകും, ചില മാനേജേഴ്സ് അനുകൂലമാകും, ചില കോടതികൾ, ചില പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മോനെ നിനക്ക് അനുകൂലമാകും. ദൈവം നമുക്ക് അനുകൂലമായി, നമുക്ക് പ്രതികൂലമാര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചവൻ അവനോടുകൂടെ നമുക്ക് സകലവും നൽകാതിരിക്കുമോ? എല്ലാം തരുന്നൊരു നല്ല ദൈവം. ആ ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം കൊടുക്കാമോ പ്രിയരെ? യേശുവേ, ഇതാ എൻ്റെ ജീവിതം അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. ഇതാ നാഥ, എൻ്റെ ആയുസ് തരുന്നു, എൻ്റെ ഭാവി തരുന്നു, എനിക്കുള്ളതെല്ലാം തരുന്നു. ഞാൻ എന്നെന്നും യേശുവിൻ്റെ വക. ഈ ഒരു സമർപ്പണത്തിലേക്ക് നിങ്ങൾ വരുമോ? വന്നാൽ നിങ്ങളുടെ ജീവിതം ധന്യമാകും. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വമെടുക്കട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും ഞങ്ങളെ അറിയിക്കാം. പക്ഷേ അതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് ഒരു സ്നേഹിതനോട് പറയുന്ന പോലെ, ഒരു മകൻ അപ്പനോട് പറയുന്ന പോലെ, ഒരു അമ്മയോട് മകൾ പറയുന്ന പോലെ നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവിനോട് പറയുക. കർത്താവിനോട് പ്രാർത്ഥിച്ച് നിങ്ങൾ പഠിക്കുക. ഇനി ഏതെങ്കിലും പ്രാർത്ഥനാ സഹായങ്ങളോ ആത്മീയമായ ഏതെങ്കിലും നിർദ്ദേശങ്ങളോ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. അതിനിടയാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.